ഇന്നൊരു മുരുമുര മിക്സ്ചറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് കടലപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് പകരം 2 സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി. പക്ഷേ മിക്സ്ചർ നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് ഒരേ അളവിൽ അരിപ്പൊടിയും കടലപ്പൊടിയും നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചപ്പാത്തി മാവ് പരുവത്തിൽ കുഴച്ചെടുക്കുക. അടുത്തത് ഈ മാവ് സേവനാഴിയില് നൂൽപുട്ടുണ്ടാക്കുന്ന അച്ചിലോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് വലിപ്പമുള്ള അച്ചിലോ നിറയ്ക്കാം. നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് ഇടാം. ഇത് പാകമായി കഴിഞ്ഞു വെച്ചാൽ നമുക്കൊരു മുരുമുരാന്നൊരു സൗണ്ട് കേൾക്കും. അപ്പൊ പാകത്തിന് മൊരിഞ്ഞു വരും. ആ സമയത്ത് നമ്മളിത് കോരി മാറ്റി വെക്കാം. അടുത്തത് മിക്സ്ചറിന്റെ ബൂന്തി റെഡിയാക്കാൻ വേണ്ടി കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കുക. എന്നിട്ട് ഇത് ഒരു ഓട്ടക്കൈയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കുഞ്ഞു ബോളുകളായി താഴേക്ക് എണ്ണയിലേക്ക് ഇടുക. ആവശ്യത്തിന് പാകമാവുമ്പോൾ മുരിഞ്ഞു കഴിയുമ്പോൾ ഈ ബൂന്തി നമുക്ക് കോരി മാറ്റി വെക്കാം. അടുത്തത് കടല എണ്ണയിലേക്ക് ഇട്ട് മുരിച്ച് വറുത്ത് കോരി എടുക്കാം. പിന്നീട് പൊട്ടുകടലയും ഇതേപോലെ വറുത്ത് കോരി എടുക്കാം. ചതച്ച വെളുത്തുള്ളി എണ്ണയിലേക്കിട്ട് മൊരിയിച്ച് എടുക്കുക. വെളുത്തുള്ളി മൊരിയുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് നന്നായിട്ട് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കുക. ഇതേപോലെ കറിവേപ്പിലയിട്ട് വറുത്ത് കോരി എടുക്കുക. അടുത്തതാണ് മിക്സ്ചറിന്റെ മിക്സിംഗ് പരിപാടി. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ടേസ്റ്റി മുരുമുര മിക്സ്ചർ അപ്പോൾ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യണം.